പല കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയുടെ കരഭാഗം മുഴുവനും ഇന്നത്തെ മാഴ്സിന് സമാനമായ രീതിയിൽ വെറും മരുഭൂമികളായി മാത്രം കിടക്കുകയായിരുന്നു. എന്നാൽ ഏകദേശം 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഭൂമിയിൽ പുതിയൊരു യുഗത്തിന്റെ ആരംഭമായി. ഫെനറോസോയിക് എന്നാണ് ആ യുഗത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര്. ഈ യുഗത്തിന്റെ തുടക്കം മുതലാണ് കരയിൽ ജീവൻ വ്യാപിക്കാൻ തുടങ്ങിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിനെയും ഉപരിതലത്തിനെയും ആവാസ വ്യവസ്ഥയെയും എല്ലാം തന്നെ ആകെ മാറ്റിമറിക്കുകയും ഭൂമിയെ പുതിയൊരു ഗ്രഹമാക്കി മാറ്റുകയും ചെയ്ത യുഗമാണ് ഫെനറോസോയിക് ഇയോൺ. ഇതുവരേക്കും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള 5 മഹാവംശനാശങ്ങളും ഉണ്ടായത് ഫെനറോസോയിക് യുഗത്തിലാണ്. ഈ യുഗത്തിന്റെ ആരംഭം മുതൽ ദിനോസറുകളുടെ കാലത്തിന് മുന്നേ വരെയുള്ള ഭൂമിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 54 കോടി വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന യുഗമാണ് ഫെനറോസോയിക് യുഗം. ഫെനറോസോയിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിസിബിൾ ലൈഫ് എന്നാണ്. എന്നുവെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുന്ന ജീവജാലങ്ങൾ ഉണ്ടാകാനും അവ ലോകമെമ്പാടും വ്യാപിക്കാനും തുടങ്ങിയ കാലമെന്നാണ്. ഈ യുഗത്തിനെ 3 കാലഘട്ടങ്ങളായി വിഭജിക്കാം: പാലിയോസോയിക്, മെസോസോയിക്, സെനോസോയിക്. ആദ്യത്തെ 30 കോടി വർഷക്കാലത്തിനെ, അതായത് 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 25 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടമാണ് പാലിയോസോയിക് ഇറ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കരയിൽ ജീവൻ വ്യാപിക്കാൻ തുടങ്ങിയത് മുതൽ ദിനോസറുകൾക്ക് മുന്നേ വരെയുള്ള കാലഘട്ടം. പാലിയോസോയിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഭൂമിയുടെ കരഭാഗങ്ങളിൽ വലിയൊരു ശതമാനവും കൂടിച്ചേർന്ന് വളരെ വലിയൊരു സൂപ്പർ കോണ്ടിനെന്റ് രൂപം കൊണ്ടു. ഗൊണ്ട്വാന എന്നാണ് അതിന് നമ്മൾ പറയുന്ന പേര്. ഇന്നത്തെ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഇന്ത്യ എന്നിങ്ങനെ പല പ്രദേശങ്ങളും ഈ ഗൊണ്ട്വാന സൂപ്പർ കോണ്ടിനെന്റിൽ നിന്നും പിരിഞ്ഞു വന്നവയാണ്. എന്തായാലും പാലിയോസോയിക് കാലഘട്ടത്തിന് മുന്നേ തന്നെ കരയിൽ ജീവൻ വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ജീവൻ എന്ന് പറയുമ്പോൾ പായലുകളും സൂക്ഷ്മജീവികളും പോലെയുള്ള ചെറിയ ജീവജാലങ്ങൾ മാത്രമേ പാലിയോസോയിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതും ട്രോപ്പിക്കൽ മേഖലകളിൽ അഥവാ ഇക്വേറ്ററിന് സമീപമുള്ള തീരപ്രദേശങ്ങളിൽ മാത്രം. ഒടുവിൽ പാലിയോസോയിക് കാലം തുടങ്ങി 7 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് കരയിൽ ചെറിയ സസ്യജാലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. ഇതുവരേക്കും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന കരയിലെ ചെടികളുടെ ഫോസിൽസിന് ഏകദേശം 47 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. സസ്യജാലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയെങ്കിലും അവ പ്രധാനമായും സമുദ്രങ്ങളുടെയും നദികളുടെയും ഒക്കെ തീരപ്രദേശങ്ങളിൽ മാത്രമാണ് വ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതേ സമയം കടലിലാണെങ്കിൽ ജീവൻ വളരെയേറെ സങ്കീർണമായ രീതികളിൽ പരിണമിക്കുകയും ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനൊരുത്തമ ഉദാഹരണമാണ് കെമറോസെറാസ്. 50 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 44 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലത്തിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു തരം ജീവിയാണ് കെമറോസെറാസ്. ഇത് ജീവിച്ചിരുന്ന കാലത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവി ഇതായിരുന്നു. ഇതിന് ഏകദേശം 11 മീറ്ററോളം നീളമുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ വേട്ടയാടാൻ സഹായിക്കുന്ന വളരെ ശക്തമായ ഭുജങ്ങളും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന വളരെ കട്ടിയുള്ള കൂർത്ത ഗോപുരം പോലത്തെ പുറംതോടുമാണ് കെമറോസെറാസിന്റെ പ്രത്യേകത. 52 കോടി വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന മറ്റൊരു വിചിത്രമായ ജീവിയാണ് അനോമലോകാരിസ്. 2 മീറ്ററോളം നീളമുണ്ടായിരുന്ന ഈ ജീവിയുടെ വലിയ കണ്ണുകളും നീളം കൂടിയ വലിയ കൊമ്പ് പോലത്തെ രൂപവുമൊക്കെ കാണുമ്പോൾ തന്നെ വളരെ ഭയാനകരമായിരുന്നു. ആ കാലത്തിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ ജീവികളിലൊന്നായിരുന്നു ഇത്. ഇതിനു പുറമെ മറ്റ് പല ഇനത്തിലുമുള്ള ജീവികളും അന്ന് സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. അതിലേറ്റവും ആദ്യമുണ്ടായ ജീവികളിലൊന്നാണ് ബ്രാക്കിയോപോഡ്സ്. ഇത് ഇന്നത്തെ ചിപ്പികൾക്ക് സമാനമായ ഒരിനം ജീവിയാണ്. ഇവ 55 കോടി വർഷങ്ങൾക്ക് മുന്നേ സമുദ്രത്തിൽ ഉണ്ടായവയാണ്. ഏകദേശം 53 കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ മീനുകളും കടലിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്രാവുകളുടെ പൂർവികർ ഏകദേശം 45 കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. സമുദ്രങ്ങളിൽ ഇത്രയേറെ ജീവൻ വ്യാപിച്ചിരുന്നെങ്കിലും അന്ന് പരമാവധി 100 മീറ്റേഴ്സ് ആഴത്തിൽ വരെ മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂവെന്നാണ് നിഗമനം.
താരതമ്യേന പറഞ്ഞാൽ ഇന്ന് മരിയാന ട്രെഞ്ചിൽ പോലും, അതായത് 11 കിലോമീറ്റർ ആഴത്തിൽ വരെ പല തരത്തിലുമുള്ള ജീവനും നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 46 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് മൂന്നാമത്തെ ഐസേജ് ഉണ്ടായത്. 4 കോടി വർഷങ്ങളോളം കാലം പിന്നെ ഭൂമിയിൽ ഐസേജ് ആയിരുന്നു. ഈ ഐസേജ് കാലത്തിനിടയിലാണ് ലോകത്തിൽ ആദ്യത്തെ മഹാവംശനാശം സംഭവിച്ചത്. ഓർഡോവീഷ്യൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് അതിന് പറയുന്ന പേര്. ഭൂഖണ്ഡങ്ങളുടെ ചലനങ്ങൾ കാരണമുണ്ടായ വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും സൗരയൂഥത്തിനടുത്ത് സംഭവിച്ച ഒരു സൂപ്പർനോവയിൽ നിന്നും ഭൂമിയിൽ വന്ന് പതിച്ച റേഡിയേഷനുമാണ് ഈ മഹാവംശനാശത്തിന്റെ കാരണങ്ങളായി കരുതപ്പെടുന്നത്. അന്ന് കടലിലുണ്ടായിരുന്ന 85% ജീവജാലങ്ങൾക്കും കരയിലുണ്ടായിരുന്ന 45% ജീവനും വംശനാശം സംഭവിച്ചു. ഈ മഹാവംശനാശത്തിനു ശേഷം ഭൂമിയിൽ വളരെ വേഗം ജീവൻ പരിണമിക്കുകയായിരുന്നു. സസ്യജാലങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും പുറമെ ആദ്യമായി കരയിൽ സങ്കീർണമായ ജീവൻ വ്യാപിക്കാൻ തുടങ്ങിയത് ഏകദേശം 42 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതലാണ്. ആദ്യമായിട്ട് കരയിൽ കയറിയ ജീവികളിലൊന്നാണ് ന്യൂമോഡെസ്മസ്. ഇത് ആർത്രോപോഡ് വർഗത്തിൽപ്പെടുന്ന മണ്ണിര പോലത്തെ ഒരിനം ജീവിയാണ്. ഇതേ വർഗത്തിലുള്ള മറ്റൊരു ജീവിയാണ് ക്യാമ്പസാരിസ്. ഇതും ഏകദേശം 42 കോടി വർഷങ്ങൾക്ക് മുൻപാണ് കരയിലെത്തിയത്. അതിനുശേഷം ഏകദേശം 40 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ലോബ് ഫിൻറ്റ് എന്ന തരം മീനുകളിൽ നിന്നും ടെട്രാപോഡ്സ് എന്ന തരം ജീവികൾ പരിണമിക്കാൻ തുടങ്ങി. ഇവയാണ് ആദ്യമായി ജലത്തിൽ നിന്നും കരയിലേക്ക് കയറിയ ജീവിവർഗം. പക്ഷേ ഇവയ്ക്ക് കരയിലേക്ക് കയറാൻ കഴിയും എന്നതിലുപരി കരയിൽ കൂടുതലായി ജീവിക്കാൻ കഴിയില്ലായിരുന്നു. 40 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ കരയിൽ കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് മരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതും ഈ ഒരു കാലത്തിൽ തന്നെയാണ്. തീരപ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ കരപ്രദേശങ്ങളിലോട്ടും സസ്യജാലങ്ങളും മരങ്ങളുമൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ഈ കാലത്തിൽ സമുദ്രങ്ങളിൽ കൂടുതൽ ഭീകരമായ ജീവികൾ പരിണമിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഡംഗ്ലിയോസ്റ്റിയസ്. ഇതൊരു പടുകൂറ്റൻ മത്സ്യമാണ്. ഇതിന് ഏകദേശം 8 മീറ്ററോളം വലിപ്പമുണ്ടായിരുന്നു. 1000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്നിരിക്കുമെന്നാണ് നിഗമനം. അതായത് ഇന്നത്തെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന് സമാനമായ ഭാരം. പക്ഷേ ഇന്നത്തെ ഷാർക്കിനെയൊക്കെ ഇതിന് നിസ്സാരമായിട്ട് കീഴ്പ്പെടുത്താനാകും. കാരണം അത്രമാത്രം കടിശക്തിയുള്ള കൂർത്ത പല്ലുകളും ഇരയുടെ കടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന കട്ടി കൂടിയ പുറം തോടുമൊക്കെയുള്ള ശരിക്കും ഒരു ഭീകരജീവി തന്നെയായിരുന്നു ഡംഗ്ലിയോസ്റ്റിയസ്. ഇതുപോലെ ഒത്തിരിയേറെ തരം ജീവികൾ അന്ന് സമുദ്രത്തിലുണ്ടായിരുന്നു. കരയിൽ ജീവജാലങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 37 കോടി വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ രണ്ടാമത്തെ മഹാവംശനാശം സംഭവിച്ചു. ഡിവോണിയൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് അതിന് പറയുന്ന പേര്. ഇത് 1 കോടി വർഷത്തോളം കാലം നീണ്ടുനിന്ന വലിയൊരു വംശനാശമായിരുന്നു. കരയിലും കടലിലുമായിട്ട് ജീവിച്ചിരുന്ന ഏകദേശം 75% ജീവജാലങ്ങൾക്കാണ് ഈ കാലത്തിൽ വംശനാശം സംഭവിച്ചത്. ഡംഗ്ലിയോസ്റ്റിയസ് പോലെയുള്ള ജീവികളൊക്കെ ഈ മഹാവംശനാശത്തിൽ നശിച്ചുപോയി. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം, അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങളാലാണ് ഡിവോണിയൻ മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചത്. ഡിവോണിയൻ വംശനാശത്തിന് ശേഷമുള്ള 5 കോടി വർഷങ്ങളെ കാർബോണിഫറസ് കാലഘട്ടമെന്നാണ് പറയുന്നത്. അതായത് 35 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 30 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടം. ഈ കാലത്തിലാണ് ലോകമെമ്പാടും സസ്യജാലങ്ങളും മരങ്ങളും വ്യാപിച്ചത്. ഇടതൂർന്ന് കട്ടിയേറിയ വലിയ വനങ്ങൾ ഈ കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. കാർബോണിഫറസ് കാലത്തിന്റെ തുടക്കത്തിലാണ് നേരത്തെ പറഞ്ഞ ടെട്രോപോഡ് വർഗത്തിൽ നിന്നും ആദ്യമായി ആംഫീബിയൻസ് അഥവാ ഉഭയജീവികൾ പരിണമിച്ചത്. പക്ഷേ ഇവ ഇപ്പോഴത്തെ ആംഫീബിയൻസിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഈ കാലത്തിൽ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടുതലായിരുന്നു. അന്തരീക്ഷത്തിൽ 35% കൂടുതൽ ഓക്സിജൻ ഉണ്ടായിരുന്നു. ഓർക്കുക, ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ 21% മാത്രമാണ് ഓക്സിജൻ. ഓക്സിജന്റെ ഈ വർധനവ് കാരണം തന്നെ അന്ന് കരയിൽ ജീവിച്ചിരുന്ന ഒട്ടുമിക്ക ജീവികൾക്കും അസാമാന്യമായ വലിപ്പമുണ്ടായിരുന്നു. ആർത്രോപോഡ് വർഗത്തിൽപ്പെട്ട ജീവികളാണ് അന്ന് പ്രധാനമായും കരയിലുണ്ടായിരുന്നത്. അതായത് പലതരം പ്രാണിവർഗങ്ങൾ. അന്നത്തെ പ്രാണിവർഗങ്ങൾ ഭീമാകാരമായിരുന്നു. ഉദാഹരണത്തിന് പൾമോണോസ്കോർപിയസ്. ഇത് ഏകദേശം 1 മീറ്ററോളം നീളമുണ്ടായിരുന്ന ഒരു തരം വലിയ തേളാണ്.
ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാണിയായ മെഗാന്യൂറോപ്സിസ് ജീവിച്ചിരുന്നതും ഈ കാലത്തിലാണ്. ഇവയ്ക്ക് ഒരു ശരാശരി നായയുടെ അത്ര വലിപ്പമുള്ള ജീവികളെ പോലും തൂക്കിയെടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു വലിയ ജീവിയായിരുന്നു ആർത്രോപ്ലൂറ. ഇത് 2.5 മീറ്ററിൽ കൂടുതൽ നീളമുണ്ടായിരുന്ന വലിയൊരു തേരട്ടയാണ്. കാർബോണിഫറസ് കാലത്തിന്റെ പകുതിയിലാണ്, അതായത് ഏകദേശം 32.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഉഭയജീവികളിൽ നിന്നും ആദ്യമായി ഉരഗജീവികൾ പരിണമിച്ചത്. ആദ്യമായിട്ടുണ്ടായ ഉരഗജീവികളിൽ ഒന്നാണ് ഹൈലോനോമസ്. വെറും 20 മുതൽ 25 സെന്റിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള കുഞ്ഞു ജീവികളായിരുന്നു ഇവ. ശേഷം കാർബോണിഫറസിന്റെ അവസാനം തൊട്ട്, അതായത് 30 കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കോണ്ടിനെന്റ് രൂപപ്പെടാൻ തുടങ്ങി. അതാണ് പാൻജിയ സൂപ്പർ കോണ്ടിനെന്റ്. 9 കോടി വർഷങ്ങൾക്ക് ശേഷം, അതായത് 21 കോടി വർഷങ്ങൾക്ക് മുൻപാണ് പാൻജിയ പൂർണ്ണമായും രൂപം കൊണ്ടത്. എന്തായാലും 30 കോടി വർഷങ്ങൾക്ക് മുൻപ് കാർബോണിഫറസ് കാലം അവസാനിച്ചു. പിന്നെ പെർമിയം കാലം തുടങ്ങി. പാലിയോസോയിക് കാലഘട്ടത്തിന്റെ അവസാനത്തെ 5 കോടി വർഷ കാലയളവിനെയാണ് പെർമിയൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് 30 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 25 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലയളവ്. ഈ കാലത്തിൽ ഉരഗജീവികളായിരുന്നു കരയിൽ കൂടുതലും ഉണ്ടായിരുന്നത്. കാർബോണിഫറസ് കാലത്തിലുണ്ടായ വലിയൊരു ശതമാനം സസ്യലതാദികളും പെർമിയൻ കാലത്തിന്റെ തുടക്കത്തിൽ നശിച്ചുപോയി. ഈ കാലത്തിലാണ് ആർത്രോപോഡ്സ്, അതായത് പ്രാണികൾ, വൈവിധ്യമാർന്ന രീതിയിൽ പരിണമിച്ചതും അവ ലോകമെമ്പാടും വ്യാപിച്ചതും. ഈ കാലത്തിൽ പ്രധാനപ്പെട്ട 2 വിഭാഗം ഉരഗജീവികൾ ഉണ്ടായിരുന്നു: സിനാപ്സിഡ്സ് ആൻഡ് സൗറോപ്സിഡ്സ്. ഇതിൽ സിനാപ്സിഡ്സ് വർഗമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടുണ്ടായ സിനാപ്സിഡുകളിൽ ഒന്നായിരുന്നു ഡിമെട്രഡോൺ. 3 മീറ്ററിൽ കൂടുതൽ നീളമുണ്ടായിരുന്ന ഡിമെട്രഡോൺ ശരിക്കും ആ കാലത്തിലെ ഏറ്റവും ഭീകരമായ ജീവികളിൽ ഒന്നായിരുന്നു. പ്രത്യക്ഷത്തിൽ ഇവയാണ് ഡൈനോസറുകളുടെ പൂർവികരെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഇവയിൽ നിന്നും പരിണമിച്ചത് സസ്തനികളാണ്. രണ്ടാമത്തെ വർഗത്തിൽപ്പെട്ട സൗറോപ്സിഡ്സ് പെർമിയൻ കാലത്തിൽ അധികമുണ്ടായിരുന്നില്ല. മാത്രമല്ല അവ താരതമ്യേന സിനാപ്സിഡുകളേക്കാൾ വലിപ്പം തീരെ കുറവായിരുന്നു. ഒടുവിൽ പെർമിയൻ പീരീഡ് അവസാനിച്ചത് ഒരു മഹാവംശനാശത്തിലാണ്. ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപാണ് പാലിയോസോയിക് കാലഘട്ടം അവസാനിച്ച് അടുത്ത് മെസോസോയിക് കാലഘട്ടം തുടങ്ങിയത്. പക്ഷേ പാലിയോസോയിക് അവസാനിച്ചപ്പോൾ വലിയൊരു മഹാവംശനാശമുണ്ടായി. പെർമിയൻ ട്രയാസിക് മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് അതിന് പറയുന്ന പേര്. ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ വംശനാശം ഇതായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ആഴക്കടലിലെ ബൃഹത്തായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളുമാണ് ഈ മഹാവംശനാശത്തിന് കാരണമായത്. അന്ന് കരയിലുണ്ടായിരുന്ന 75% ജീവജാലങ്ങളും സമുദ്രങ്ങളിലുണ്ടായിരുന്ന 95% കൂടുതൽ ജീവജാലങ്ങളും ഇതിൽ നശിച്ചുപോയി. ഇത്രയും വലിയ മഹാവംശനാശമായതിനാൽ തന്നെ ദി ഗ്രേറ്റ് ഡൈയിങ് എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. സിനാപ്സിഡ്സിലെ ഭൂരിഭാഗം ജീവികളും ഈ വംശനാശത്തിൽ നശിച്ചു. എന്നാൽ അതേസമയം സൗറോപ്സിഡ്സിലുള്ള ഭൂരിഭാഗം ജീവികളും അതിജീവിച്ചു. ഈ സൗറോപ്സിഡ്സ് ആണ് അടുത്ത മെസോസോയിക് കാലഘട്ടത്തിൽ ലോകത്തിനെ ഭരിച്ചത്. അതായത് അന്നത്തെ രാജാക്കന്മാരായിരുന്ന ദിനോസറുകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.